സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുൻ അടക്കം 11 പേരുടെ മരണത്തിന് കാരണമായ ഷിരൂർ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് ഇന്നേക്ക് 1 വർഷം. 2024 ജൂലൈ 16-നാണ് കനത്ത മഴയിൽ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത്. 72 ദിവസം നീണ്ടുനിന്ന രക്ഷാദൌത്യത്തിനൊടുവിലാണ് അർജുന്റെ മൃതദേഹാവശിഷ്ടവും ട്രക്കും ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിൽ നിന്ന് കണ്ടെടുത്തത്. ദേശീയ ശ്രദ്ധ ആകർഷിച്ച സംഭവമായിരുന്നു അർജുന്റെ തിരോധാനവും രക്ഷാദൌത്യവും ഒക്കെ. 2024 ജൂലൈ 16-ന് രാവിലെ 8:15-ഓടെയാണ് ദുരന്തം നടന്നത്. ദേശീയപാതയിലേക്ക് വലിയ കുന്നിടിഞ്ഞ് വീണ് മണ്ണും പാറയും ചെളിയും ഇരച്ചെത്തി. ഒരു ചായക്കടയും സമീപത്തെ വീടുകളും തകർന്നു. കനത്ത മഴയും പുഴയിലെ കുത്തൊഴുക്കും രക്ഷാദൌത്യത്തിന് പലതവണ വെല്ലുവിളിയായി. ആദ്യഘട്ടത്തിൽ മന്ദഗതിയിലായിരുന്ന തെരച്ചിൽ കേരള സർക്കാർ സമ്മർദ്ദം ചെലുത്തിയതോടെ ദ്രുതഗതിയിലായി. കർണാടക മുഖ്യമന്ത്രിയും മന്ത്രിമാരും അപകട സ്ഥലത്തെത്തി. ഡോണർ റഡാർ പരിശോധനകളും ഇതിനിടെ നടന്നു. കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരടക്കമുള്ള സംഘം പിന്നാലെ ഷിരൂരിൽ ക്യാമ്പ് ചെയ്തു. 3ാം ഘട്ട തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെടുത്തത്. സെപ്റ്റംബർ 25 ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ പുഴയിൽ ലോറി കണ്ടെത്തി. ക്യാബിനിൽ അർജുന്റെ മൃതദേഹ ഭാഗങ്ങളും. അങ്ങനെ തീരാവേദനയായി അർജുൻ മാറി. കേരളക്കര മുഴുവനും കരഞ്ഞ ദിവസം.